ഗുഡ് മോർണിംഗ് സർ. വരണം വരണം. നമസ്കാരം സർ. പറഞ്ഞിരിക്കൂ, പറയാം. പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഇടയിൽ എനിക്ക് 5 വയസ്സ് കൂടി. കാണണമെന്നും തിരിച്ചു വിളിക്കണമെന്നും പലവട്ടം കരുതിയതാ. പക്ഷേ പാർട്ടിക്കാരും ഭരണകൂടത്തിലെ കൂട്ടുകച്ചവടക്കാരും വിവാദങ്ങളുടെ തിരക്കൊഴിഞ്ഞിട്ട് സമയം വേണ്ടേ സാർ? 5 വർഷം കൊണ്ട് നിലപാടുകളിൽ ഒരുപാട് കോംപ്രമൈസുകൾ. പിടിച്ചു നിൽക്കണ്ടേടോ. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എല്ലാം ഫ്രീയാ. ഇപ്പൊ ടിവിയും കൊടുത്തു. ചാനലുകളിൽ 24 മണിക്കൂറും സിനിമയാ. ജനങ്ങളെ മയക്കിക്കിടത്തിരിക്കല്ലേടോ. നിവർത്തിയില്ലാതെ ഞങ്ങളും കൊടുത്തു 2 രൂപയ്ക്ക് അരി. കൊടുക്കണം സാർ. മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് അരി വെറുതെ കൊടുക്കണം. ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കി പാവപ്പെട്ടവനെ മയക്കിക്കിടത്തണം. ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ പണ്ട് ഒപ്പിയം കൊടുത്ത ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ചൈനയിൽ. ഈ ഗിമ്മിക്കുകളൊന്നും പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാവില്ല സാർ. എന്ത് പറ്റി സാർ നമ്മുടെ കേരളത്തിന്? തന്നെപ്പോലെ തന്റെ ഇടമുള്ള ചെറുപ്പക്കാർ നാടും വീടും ഉപേക്ഷിച്ച് അന്യനാടിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ഉപേക്ഷിച്ചതല്ലല്ലോ സാർ, പുറത്താക്കപ്പെട്ടതല്ലേ. ഒരുപാട് സ്നേഹിച്ച നാട് സമ്മാനിച്ച വേദനകൾ ഒത്തിരിയുണ്ട് സാർ. കണ്ടും കേട്ടുമിരുന്നാൽ കലിയടങ്ങില്ല. ഞാനത് മനസ്സിലാക്കുന്നു വർമ്മ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലെ ഉദ്ദേശശുദ്ധി താൻ മനസ്സിലാക്കണം. എന്റെ അഭ്യർത്ഥന താൻ അംഗീകരിച്ചേ പറ്റൂ. താൻ കൊച്ചിയിലേക്ക് മടങ്ങി വരണം. തനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി താൻ ചെയ്യണം. പണത്തിന് മുന്നിൽ മുട്ടുകുത്തി വീണ് റിയൽ എസ്റ്റേറ്റ് സായിപ്പന്മാർക്കും അറബികൾക്കും പരവതാനി വിധിക്കുന്ന നാട്ടിലെ ഒരു വിദ്വാനോടും എനിക്ക് പറയാൻ കഴിയില്ല. സെൻട്രൽ ഏജൻസിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. കൊച്ചി ഒന്ന് തലയുയർത്തിയാൽ ഇന്ത്യയിലെ വൻ നഗരങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും ഇടം പിടിച്ചാൽ ആർക്കാടോ ഓർമ്മ ഛേദം എന്നാ ഛേദമുള്ളവരുണ്ട്. ഇവിടെ ഇരുന്ന് ഈ രാജ്യത്തിന്റെ ഭരണചക്രം ധരിക്കുന്ന ഉത്തരേന്ത്യൻ ഗോസായിമാർക്കും തമിഴന്മാർക്കുമൊക്കെ. തനിക്കറിയാവോ, നഗരത്തിലെ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയ റിയൽ എസ്റ്റേറ്റുകാർ പണിതുയർത്തിയിരിക്കുന്ന കൂറ്റൻ ഫ്ളാറ്റുകളെല്ലാം മെട്രോ റെയിൽ വന്നാൽ ഇടിച്ചു നിർത്തേണ്ടി വരും. കൊച്ചിയൊന്നും എന്നാൽ തകരുന്നത് തങ്ങളുടെ സാമ്രാജ്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ അങ്ങ് സിംഹള നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുകയാണത്രേ കൊച്ചിയെ തകർക്കാൻ. അതുകൊണ്ട് താൻ വരണം, വന്നേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്നിരട്ടി വെളുക്കുമ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന കൊച്ചി ഇനി വേണ്ട. കൊച്ചിയിൽ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, സംഭവിക്കാൻ പാടില്ല. ഇന്നലെ സന്ധ്യക്ക് വിവരം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോഴാണോ പ്രഭാകര വരാൻ തോന്നിയത്? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? സത്യമാണ് ഞാൻ പറഞ്ഞ കേക്കണ്ടേ ചേട്ടാ. പിന്നെ ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും പ്രഭാകരേട്ടനെ കിട്ടില്ല. എന്റെ അച്ഛൻ മരിച്ച ദിവസം പോലും രാത്രിയിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഇവിടെ വന്ന് കയറുന്ന നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നു പറഞ്ഞ ഈ പ്രഭാകരൻ വിശ്വസിക്കും, സംഭവ്യം. പക്ഷെ ഇത് ബുദ്ധിമുട്ടുണ്ടേ വിശ്വസിക്കാൻ. ഞങ്ങളും അങ്ങനെ തന്നെ കരുതിയത് ആദ്യം. പിന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസിലെ ഹരികൃഷ്ണൻ പുള്ളിയാ വിവരം വിളിച്ചു പറഞ്ഞത്. അറിഞ്ഞ പാടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ചു. ഹരിയുടെ ഇൻഫർമേഷൻ കറക്റ്റ്. അതെയോ? അതേ പ്രഭാകര, ഒടുവിലവൻ ഇങ്ങോട്ട് വരുന്നു. ഋഷിനാഗക്കുളത്തപ്പന്റെ ഈ മണ്ണിലേക്ക്, നമ്മുടെ അടുത്തേക്ക്. ഡൽഹി നഗരാസൂത്രണ വകുപ്പിലെ ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് ആയ ഇരുന്നാലിരിക്കുന്നവന്റെ അടിനാളം തൊട്ട് അണനാളം വരെ കത്തിക്കയറുന്ന അധ്യക്ഷന്റെ കസേരയിൽ നിന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ട്രാൻസ്ഫർ ആസ് എ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ. എന്തായാലും അവന്റെ ഈ വരവ് നമുക്കൊന്ന് ആഘോഷിക്കണം. എന്താ വേണ്ടേ? പിന്നെ ഞാൻ അതിന് എപ്പോഴേ റെഡി.
பசிக்குது சார், ஏதாவது கொடுங்க சார், துட்டு கொடுங்க சார். ஏன் சார் முறிச்சு பாக்குறீங்க? துட்டு கொடுங்க சாർ. സാർ കൊടുത്തേക്ക്, കാലം മാറി. ഇപ്പൊ കൊച്ചി ഇങ്ങനെയാ, സിഗ്നല് ഭരിക്കുന്ന ഇവന്മാരാ. கொடுங்க சார், சீக்கிரம் வாங்கணும். ചങ്കിൽ വെടിമരുന്ന് നിറച്ചവൻ, അതായിരുന്നില്ലേ ഹോട്ട് ന്യൂസ്? മാനിയാക്കുകളായ ഡൽഹിയിലെ പാപ്പരാസികളുടെ ഇവനെ കുറിച്ചുള്ള വിശേഷം. ഓ, അതൊക്കെ ചുമ്മാ. ഒന്നുമല്ല. രാഷ്ട്രീയക്കാർ, ബ്യൂറോക്രാറ്റ്സ്, പവർ ബ്രോക്കേഴ്സ് എന്നു വേണ്ട ഡൽഹിയിലെ കൊലകൊമ്പന്മാരെ മുഴുവൻ ചെന്ന് ചാർജ് എടുത്ത അന്ന് തന്നെ നല്ല നടപ്പിന് ശിക്ഷിച്ച് വെറുപ്പ് സമ്പാദിച്ചു ഇവൻ. എന്താ, ശരിയല്ലേ? ചേട്ടൻ സൂചിപ്പിച്ച കൊലകൊമ്പന്മാർക്ക് മാത്രമേ എന്നെ ബോധിക്കാതിരുന്നുള്ളൂ. ജനം, പൊതുജനം അവരെന്റെ കൂടെ എന്നും എപ്പോഴും. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ല അല്ലെ മഹിളിയ? അളിയൻ ഇലക്ഷൻ മത്സരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അളിയൻ എവിടെ ചെന്നാൽ ആരെങ്കിലൊക്കെ വെറുപ്പിക്കും. ഞാനിത് പറയാൻ കാരണമുണ്ട്, അറിയാലോ? പോകുമ്പോ അളിയൻ ബാക്കി വെച്ച ഇഷ്യൂസ് അതൊന്നും അത്ര ചെറുതായിരുന്നില്ല. ഉദാഹരണത്തിന് ആ ജോർജ് മാത്യുവിന്റെ കാര്യം ഒന്ന് കരുതിയിരിക്കണത് നല്ലതാ. പൊതുജന മധ്യത്തിൽ വെച്ച് അന്നയാളുടെ കരണത്തടിച്ചത്. അയാൾ അത് മറന്നു കാണുന്നു കരുതുന്നുണ്ടോ അളിയൻ? കാലൊക്കെ മാറിപ്പോയി അളിയാ. അന്നയാൾ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നെങ്കിൽ ഇന്നയാൾ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാ. അതുകൊണ്ടൊന്നും എനിക്ക് പേടിയുണ്ടാവാൻ പോകുന്നില്ല പ്രഭാരേട്ടാ. പിന്നെ അത്ര എളുപ്പമായിരിക്കില്ല എന്റെ ഈ രണ്ടാം മുഴമെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് തന്നെ അറിയാം. ഉറങ്ങുമ്പോ പോലും തലയാണക്കീഴിൽ ഡബിൾ ബാരൽ ഗൺ സൂക്ഷിക്കുന്ന യാദവരും ജാട്ടുകളും മുഖർജിമാരും ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും 5 വർഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസമുണ്ട് എനിക്ക്. ആയിക്കോട്ടെ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സോറി, ഒരു മിനിറ്റ്. എടാ ചന്ദ്ര, നമ്മുടെ അളിയൻ പടിയാ. പെണ്ണ് കാണാൻ കൊള്ളാം, പെങ്ങളായി പോയി എന്ന് പറയും പോലെ കാര്യങ്ങള്. ഈ വണ്ടി അത്ര സ്മൂത്തായിട്ട് ഓടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് മിക്കവാറും ഗട്ടറി വീഴും. അതേ, വീഴും. വീണില്ലെങ്കിൽ വീഴ്ത്തും. അതാടോ ഈ ജോർജ് മാത്യു. എടോ സേവിയറെ, താൻ കണ്ടോ, അവനെ അങ്ങനെ അങ്ങ് വാഴാൻ വിടില്ല ഞാൻ. 5 വർഷം മുമ്പുള്ള ജോർജ് മാത്യു അല്ല ഇന്നത്തെ ജോർജ് മാത്യു. ഒരുപാട് വളർന്നു, അറിയാലോ എനിക്ക്. ഈ നഗരത്തിലെ വമ്പൻ തിമിംഗലങ്ങളുടെ കൂട്ടുണ്ട് ഇന്നത്തെ ഈ ജോർജ് മാത്യുവിന്. പ്രോട്ടോകോൾ പ്രകാരം ജില്ലാ കളക്ടറൊക്കെ തന്നെയാ കമ്മീഷണർക്ക് മുകളിൽ. പക്ഷേ ഞാൻ പോലീസാ, IPS. പൂട്ടും ഞാൻ അവനെ, മരണപ്പൂട്ടിട്ട്. നേരിട്ടൊരു ഫൈറ്റ് വേണ്ടെന്ന് എന്റെ അഭിപ്രായം. കിട്ടിയ വിവരം ശരിയാണെങ്കിൽ CM-ന്റെ പ്രത്യേക താല്പര്യപ്രകാരമാ കളക്ടർ. പോകാൻ പറ. CM അല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ കൂടെയുണ്ടെങ്കിലും എനിക്കൊരു ചുക്കൂല്ല. തനിക്കറിയാലോ, അന്ന് അവൻ എന്നെ അടിച്ചടി അത് കൊണ്ടതിന്റെ കരണത്തല്ല, ചങ്കില. സാറ് കളക്ടറോടെന്തോ അനാവശ്യം പറഞ്ഞു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അതേ പറഞ്ഞു, തന്തയ്ക്ക് എന്നെ പറഞ്ഞു. അത് ഇനിയും പറയും. അവൻ എന്ത് ചെയ്യും താൻ നോക്കിക്കോ. കളി തുടങ്ങാൻ പോകുന്നുള്ളൂ സേവ്യറെ. ഇത്തവണത്തെ കളി അത് എനിക്ക് തന്നെ ജയിക്കണം.